കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത രാഷ്ട്രീയ അതിർവരമ്പുകൾക്കപ്പുറത്ത് സമൂഹത്തിലെ എല്ലാവരെയും ചേർത്തുകൊണ്ട് മനുഷ്യർക്കിടയിലെ ഐക്യത്തിന്റെ പ്രാധാന്യമാണ് ഈ യാത്രയിലൂടെ പ്രകടമായത്. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഒരു വല്ലാത്ത ആസൂത്രണവും ഒരു സംഘാടനവുമാണ്. വലിയ പണം ചെലവഴിച്ച് കൺസൾട്ടന്റുമാരെയും പ്രൊഫഷനുകളെയും ഒക്കെ കോടികൾ നൽകി ഇത്തരം പരിപാടികൾ മറ്റ് പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്ന ഒരു കാലത്ത് സംഘാടനത്തിന്റെ അനുഭവം വളരെ ചെറുപ്പം മുതൽ നടത്തിയിട്ടുള്ള സംഘാടനത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ യാത്രയുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും പ്രധാനപ്പെട്ട പങ്കാണ് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ നേതൃത്വപരമായി വഹിച്ചിട്ടുള്ളത്. അത് ഞാൻ ഈ യാത്രയുടെ ഓരോ നീക്കവും ഓരോ ചലനവും ഓരോ പ്രത്യേകതകളും മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് അസാമാന്യ സംഘാടനമാണ്. വളരെ സ്തുത്യർഹമായ രീതിയിൽ ഇതിന് നേതൃത്വം നൽകിയ ഖലീൽ ബുഖാരി തങ്ങളെ ജന്മനാട് ആദരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും മതവർഗീയതയുടെ പേരിൽ ജനങ്ങളെ ചേരിതിരിക്കുവാനുള്ള വലിയ ശ്രമം നടക്കുമ്പോൾ മതസാഹോദര്യത്തിന്റെ സന്ദേശം നൽകി എല്ലാ മനുഷ്യരെയും കോർത്തിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ ഒരുപാട് തെറ്റായ പ്രചരണത്തിന്റെ പിടിയിൽപ്പെട്ടവർക്ക് ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി സാധിച്ചു. അതാ ഞാൻ എൻ്റെ ഒരു ട്രെയിൻ യാത്രയുടെ അനുഭവം പറഞ്ഞത്. ഈ യാത്രയെ കുറിച്ച് ഒരു വ്യക്തി എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ചില തെറ്റിദ്ധാരണ അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ അതിന്റെ ചില വീഡിയോയും കാണിച്ചു ട്രെയിനിൽ. ഇന്നതൊക്കെയാണ് അതിൽ നടന്നിട്ടുള്ളത്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള സുന്നി പ്രസ്ഥാനം മതസാഹോദര്യത്തിനു വേണ്ടിയാണ് എക്കാലവും നിലകൊള്ളുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനം മുസ്ലിം ജമാഅത്ത് കേരളത്തിന്റെ മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രത്യേകതകൾ ഞാൻ ഇതുപോലൊരു പരിപാടിയിൽ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഭാഗമായി തെറ്റായ പാതയിലേക്ക് സഞ്ചരിക്കപ്പെടാൻ സാധ്യതയുള്ള മതന്യൂനപക്ഷ വിഭാഗത്തിലെ ജനങ്ങളെ ശരിയായ പാതയിൽ, ജനാധിപത്യത്തിന്റെ പാതയിൽ, മതനിരപേക്ഷതയുടെ പാതയിൽ, പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയിൽ കൊണ്ടെത്തിക്കുന്നതിൽ മുസ്ലിം ജമാഅത്ത് വഹിക്കുന്ന പങ്ക് അതൊരു മൈക്കിന്റെ മുന്നിൽ പ്രസംഗിച്ചാൽ തീരുന്നതല്ല, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മതപരവും ആത്മീയവുമായ പ്രവർത്തനങ്ങൾ മറ്റു മതവിഭാഗങ്ങൾക്കോ ഒരു പ്രയാസമുണ്ടാക്കാത്ത തരത്തിൽ സംഘടിപ്പിക്കാൻ എപ്പോഴും മുസ്ലിം ജമാഅത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഒരു വെല്ലുവിളിയില്ലാതെ ഒരു തരത്തിലുമുള്ള പ്രാമാണിത്വം കാണിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മത സാഹോദര്യം കാത്തു സംരക്ഷിക്കാൻ സുന്നികൾ ഇടപെടുന്നതും ഇടപെട്ടു വരുന്നതും. സുന്നികൾ ശക്തമായ പ്രദേശങ്ങളിൽ ഒരു തരത്തിലും മതവർഗീയത ഉണ്ടാകാറില്ല. എന്തെങ്കിലും അത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്കുള്ള വേരുകളുള്ള ആത്മീയ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഖലീൽ തങ്ങളുടെ കുടുംബം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്.
ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള സംഘാടന മികവ് അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഒരു വല്ലാത്ത പ്രത്യേകതയാണ്. അത് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ കാണാം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ കാണാം. അതിനൊക്കെ ഒട്ടേറെ മാതൃകയുണ്ട്. അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങൾ അത് വിവിധ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് വിവിധ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നേരിട്ട് അദ്ദേഹത്തെ പ്രശംസിച്ചു. അവർ ആ രാജ്യങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി അതിവിടെ ഇടപെടാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഒരു കഠിനാധ്വാനം അതിന്റെ ഭാഗത്ത്. നിരവധി രാജ്യങ്ങളിലാണ് ഖലീൽ ബുഖാരി തങ്ങൾ സഞ്ചരിച്ചത്. നിരവധി രാജ്യങ്ങൾ. നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത്ര സന്തോഷമുള്ള കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ നാട്, കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ടവർ എന്നവരെയൊക്കെ വിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടേറെ രാജ്യങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് അവരുടെ കൂടി സഹായത്താൽ അവിടുത്തെ മാതൃകകൾ മനസ്സിലാക്കി ഇടപെട്ടു വന്നതിന്റെ അധ്വാനമാണ് അദ്ദേഹം നയിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ കാരണം. പ്രൈമറി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ നീളുന്ന പഠന സൗകര്യങ്ങളുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമരക്കാരൻ കൂടിയാണ് ഖലീൽ ബുഖാരി തങ്ങൾ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അദ്ദേഹം അടിയുറച്ച് നിലകൊള്ളുന്നു. ആത്മീയ ചൈതന്യത്തോടുകൂടി കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനൊപ്പം നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അതാണ് അദ്ദേഹത്തിന് എല്ലാവരും നൽകുന്നത്. ഖലീൽ ബുഖാരി തങ്ങൾക്ക് എല്ലാവരും നൽകുന്ന ബഹുമാനം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത വ്യക്തിബന്ധം അദ്ദേഹവുമായിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ തുറാബ് തങ്ങളുണ്ട്, ഖലീൽ ബുഖാരി തങ്ങളുണ്ട്. വളരെ അടുത്ത വ്യക്തിബന്ധമാണ് എനിക്ക്. അത് ഞാൻ യുവജന സംഘടനയുടെ പ്രവർത്തകനായി അഖിലേന്ത്യാ കേന്ദ്രത്തിൽ ഡൽഹിയിൽ അഖിലേന്ത്യാ ഭാരവാഹിയായി പ്രവർത്തിക്കുമ്പോഴുമുള്ള ബന്ധമാണ്. പിന്നീട് ഇവിടുത്തെ എംഎൽഎ കോവിഡ് രൂക്ഷമായ സമയത്താണ് വോട്ടെണ്ണി കഴിഞ്ഞത്. അന്ന് ഒന്ന് ജനങ്ങളോട് ഉറക്കെ നന്ദി പറയാൻ വേണ്ടി പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നു. കാരണം പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു വോട്ടെണ്ണൽ. ഞാൻ ഓർക്കുന്നു, വോട്ടെണ്ണൽ കഴിഞ്ഞ് ഇങ്ങനെ പോയി നമുക്കൊരു ആൾക്കൂട്ടത്തിലൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്നാണ് പെട്ടെന്ന് കടൽക്ഷോഭമുണ്ടായപ്പോ ഇവിടെ എല്ലാവരും ഓടിയെത്തി. ഒരു എംഎൽഎ എന്നുള്ള നിലയിൽ ഇവിടെ ഓടിയെത്തിയപ്പോ ആ കടൽക്ഷോഭമുള്ള സ്ഥലത്തേക്ക് പോകാം എന്ന് ഖലീൽ ബുഖാരി തങ്ങൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങള് അങ്ങോട്ട് പോയി. അപ്പൊ എനിക്ക് തങ്ങളെ അങ്ങോട്ട് വരുന്നതിൽ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. എന്ന് കടലടിച്ച് ഞാനാകെ നനഞ്ഞു കുടിച്ചു. നമ്മള് പിന്നെ അതിലൊരു പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ തങ്ങള് അതില് മേലാകെ കടല് അടിച്ച് വെള്ളം കാരണം നനയുന്ന കണ്ട വല്ലാത്ത പ്രയാസം. പക്ഷെ അവിടുന്ന് പിന്തിരിയാതെ അവിടെ നിന്ന് നോക്കി സംസാരിച്ച് കടൽ ഭിത്തിയുടെ പ്രവൃത്തി എത്രയും വേഗത്തിൽ നടത്താൻ ഞങ്ങൾ ശക്തമായി ഇടപെട്ടപ്പോ ഭിത്തി പണിയാനുള്ള മെറ്റീരിയൽ കൊണ്ടുപോകാൻ വഴി വേണം. ഇപ്പൊ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിലവിലുള്ള വഴിയിലൂടെ കൊണ്ടുപോയാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മുടെ കോർണിഷ് മസ്ജിദിന്റെ മതിലുണ്ട്. ആ മതിലിത്തിരി പൊളിച്ചാൽ അതിലേകൊണ്ട് കൊണ്ടുപോയി പിന്നെ മതിൽ കെട്ടാം. പക്ഷെ അതിപ്പോ എങ്ങനെയാണ് ഖലീൽ ബുഖാരി തങ്ങളോട് പറയാ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഖലീൽ ബുഖാരി തങ്ങൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതിൽ നിങ്ങള് ഒരു വഴി സ്വീകരിച്ചാൽ മതി. ആ മതില് അങ്ങോട്ട് പൊളിച്ചു തരാം, നിങ്ങൾ അതിലേകൊണ്ട് പോയിക്കോ എന്ന് എന്നോട് പറയുക. അതെന്റെ ജീവിതത്തിൽ മറക്കാൻ വേണ്ടി പറ്റാത്ത കാര്യം. ജീവിതത്തിൽ ഒരിക്കലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മറക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി. അതിന്റെ ഭാഗമായി എത്ര വേഗത്തിൽ ആ മതിൽ പൊളിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു. ഈ 5 വർഷം എംഎൽഎ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് തവണ പല കാര്യങ്ങൾക്കും ഖലീൽ ബുഖാരി തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, തുറാബ് തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അനാവശ്യമായി ഒരു സമ്മർദ്ദമോ
അനാവശ്യമായി ഒരു ഇടപെടലോ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ആവശ്യമുള്ള പല കാര്യങ്ങൾ പോലും പലപ്പോഴും പറയാറില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോ എന്നെ പോലെ ഒരു ജനപ്രതിനിധി, ഒരു സാമൂഹിക പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ ഐക്യത്തിനും നാടിന്റെ നന്മക്കും വേണ്ടി നിലകൊള്ളുന്ന, നമ്മൾ ചെന്നു കഴിഞ്ഞാൽ സംസാരിച്ച് പുറത്തിറങ്ങുമ്പോൾ വളരെ പോസിറ്റീവായ ഒരു എനർജി, ഒരു കരുത്ത് നമുക്ക് നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ബഹുമാന്യനായ ഖലീൽ ബുഖാരി തങ്ങളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു നന്മയുടെ പ്രകാശം പരത്താൻ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലങ്ങളിൽ ഖലീൽ ബുഖാരി തങ്ങൾക്ക് ഇനിയും സാധിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടി അറിയിച്ച ഉടനെ തന്നെ തിരുവനന്തപുരത്ത് ഒരു പരിപാടി ഇന്ന് രാവിലെ ഉണ്ട്. ഒരു പരിപാടി, അതുകൊണ്ട് എത്തിപ്പെടലിന്റെ ഒരു പ്രയാസന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് വൈകുന്നേരം 4 മണിക്ക് എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് കണ്ണൂരിലേക്കുണ്ട്. 4-5 മണി, 5-5:30 അത് കണ്ണൂരിലെത്തും. ചിലപ്പോൾ അത് ലേറ്റ് ആവാറുണ്ട്, ഒരു അരമണിക്കൂർ, ഒരു 6-6:30 ആവും. അവിടുന്ന് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഇങ്ങോട്ട് എത്താം. ഒരു 8-9 മണിക്ക് എത്താം എന്ന് ഞാൻ 3 ദിവസം മുമ്പ് പറഞ്ഞു. പെട്ടെന്നാണ് ഇന്നലെ ട്രെയിൻ കയറാൻ വേണ്ടി പോകാൻ നേരത്താണ് ഒരു മെസ്സേജ് കിട്ടുന്നത്. ഇന്നലെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറേണ്ടത്. ആ മെസ്സേജ്, ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു. പിന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയാൽ തിരിച്ച് വന്ദേ ഭാരത് ട്രെയിനിനാണ് വരാൻ പറ്റുക. വന്ദേ ഭാരത് ട്രെയിനിന് വന്നാൽ പിന്നെ രാത്രി 10 മണിക്ക് കൊടുത്തു. പിന്നെ കാറിൽ വന്നാൽ എത്രയായാലും നമുക്ക് 12:30-1 മണിക്ക് കഴിയുന്ന മീറ്റിംഗ് കഴിഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റില്ല. ഉടനെ മനസ്സിൽ ആലോചിച്ചു, ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇതിൽ എനിക്ക് എന്തായാലും പങ്കെടുക്കാതെ വെക്കാൻ മനസ്സനുവദിക്കില്ല. നിർബന്ധമായും ആ മീറ്റിംഗിൽ നിങ്ങൾ ലീവ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുമതി കിട്ടുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് ഈ കടലുണ്ടി പഞ്ചായത്തിന്റെ പല മേഖലകളിലുള്ളവരുമായി, വിവിധ സാമൂഹിക മേഖലയുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഒരാൾ പോലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, ഏത് മറ്റ് സാമൂഹിക സംഘടനകളിലുള്ളവരായിക്കൊള്ളട്ടെ, ഒരാൾ പോലും ഖലീൽ ബുഖാരി തങ്ങളെ ഒരു നെഗറ്റീവായി എന്നോടൊരു ജനപ്രതിനിധികൾക്ക് സംസാരിച്ചിട്ടില്ല. എല്ലാവരും നല്ലത് പറയുന്ന, എല്ലാവരും നന്മക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കരുത്ത്. അദ്ദേഹത്തിന് ഇനിയും ശക്തമായി മുന്നോട്ട് പോകാൻ സാധ്യമാകട്ടെ. ആയുസ്സും കരുത്തും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഈ പരിപാടി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒരുപാട് പുതിയ ആശയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളും ബഹുമാനപ്പെട്ട തുറാബ് തങ്ങളും. അത് എല്ലാ സമയങ്ങളിലും തുടരാറുണ്ട്. അതൊക്കെ നാടിന് വേണ്ടിയിട്ടാണ്, മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സമൂഹത്തിനാകെ വേണ്ടിയിട്ടാണ്. അത്തരം നിർദ്ദേശങ്ങളും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇതുവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നൽകിയ പിന്തുണക്കും നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്.